ഇതുകൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഖൈറും ബറക്കത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. ആ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഒരുപാട് പറയുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന വേദികൾ കഴിയുകയും നടന്നുകൊണ്ടിരിക്കുകയും നടക്കാനിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. നാളെ നമുക്കറിയാം ഇസ്ലാമിക് സെന്ററിൽ വെച്ചുകൊണ്ട് പരിപാടികൾ നടക്കുന്നത് 3 മണി മുതൽ. നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള മഹബ്ബത്ത്, സ്നേഹം, ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. ആ അവസരങ്ങളെ നമ്മൾ ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലാണല്ലോ ജീവിച്ചത്. ജനിച്ചത് അവിടെയാണ്, വളർന്നത് അവിടെയാണ്, പ്രബോധനം തുടങ്ങിയതും അവിടെയാണ്. പക്ഷേ മക്കക്കാരൻ ആ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് പലായനം ചെയ്തു. പിന്നീട് ആ പ്രവാചകൻ എന്ന സൗഭാഗ്യം ലഭിച്ചവരാരാ? അത് മദീനക്കാരാണ്. എപ്പോഴും ഒരു മുസ്ലിമിന്റെ ഹൃദയം കഅബയിലേക്ക് തുടിക്കുന്നത് പോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ ഉള്ള പച്ച കുബയുടെ ചുവട്ടിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് അവന്റെ ഹൃദയം തുടിക്കുകയാണ്. ആ സൗഭാഗ്യം ഉണ്ടാകാൻ കാരണം മക്കക്കാർ പ്രവാചകനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്. ആ തള്ളിക്കളഞ്ഞത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന തിരഞ്ഞെടുക്കുകയാണ്. ആ മദീനയിലേക്ക് പോകുമ്പോൾ ആ മദീനയിലേക്കുള്ള പലായനത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള മഹബ്ബത്ത് ഓരോ സഹാബത്തിന്റെയും സഹാബി വനിതകളുടെയും ഒരുപാട് മഹബ്ബത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ചരിത്രമാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി വീടിന്റെ ശത്രുക്കൾ വളഞ്ഞ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വിരിപ്പിൽ കിടക്കാൻ തയ്യാറാവുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് കരുതിയിട്ട് തന്റെ ശരീരം വെട്ടിനുറുക്കാൻ ശത്രുക്കൾ തയ്യാറാകുമെന്ന ഉത്തമ ബോധ്യം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിട്ടും കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകന്റെ വിരിപ്പിൽ, ഹബീബിന്റെ വിരിപ്പിൽ അതാ അലി റളിയല്ലാഹു അൻഹു കിടന്ന് പ്രവാചകനെ രക്ഷപ്പെടുത്തുകയാണ്. അവിടെ നിന്നാണ് മക്കയിൽ നിന്ന് പ്രവാചകൻ പലായനം ചെയ്യുന്നത്. ആ പലായനത്തിൽ തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, തന്റെ സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, ഭാര്യയെയും മക്കളെയും സമ്പത്തും നാടും ഉപേക്ഷിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കൂടെ കൂടുകയാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കൂടെയാണ് പ്രവാചകൻ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. അവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തുറന്ന ഗുഹയിൽ കയറുന്നത്. അവിടെയാണ് ഹബീബിന് വേണ്ടി മഹാനായ ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടി വിരിപ്പാക്കി കൊടുക്കുന്നത്. അവിടെയാണ് പഴുതുകൾ അടയ്ക്കാൻ തുണി കിട്ടാതിരുന്നപ്പോൾ പാദവിരൽ കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തന്റെ കാലിന്റെ വിരലുകൾ കൊണ്ട്
പൊത്തുകൾ അടച്ചു പിടിച്ചത്. അപ്പോഴാണ് ആ പ്രവാചകൻ തന്റെ ശരീരത്തിൽ തന്റെ മടിയിൽ കിടന്ന് സുന്ദരമായി ഉറങ്ങുമ്പോൾ പാമ്പ് വന്ന് കാലിൽ കൊത്തുമ്പോൾ പോലും വേദന സഹിക്കാൻ കഴിയാത്തപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള ആ സ്നേഹവും ആ ഇഷ്ടവും മനസ്സിലുണ്ടായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാലൊന്ന് വലിക്കാനോ ചലിപ്പിക്കാനോ തയ്യാറായില്ല. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ പ്രവാചകന് വേണ്ടി താൻ മരണപ്പെട്ടാലും താൻ എത്ര വേദന സഹിച്ചാലും ആ കാല് വലിക്കാതെ ആ മടിയിൽ കിടന്ന് ഹബീബിന് ഉറങ്ങാൻ സാഹചര്യം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുക്കി കൊടുക്കുകയാണ്. അവിടെ കിടന്നുറങ്ങുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകിയപ്പോൾ ആ കണ്ണീര് ഹബീബിന്റെ മുഖത്ത് തട്ടിയപ്പോൾ മഹാനായ പ്രവാചകൻ പെട്ടി ഉണർന്നില്ലേ ഉറക്കത്തിൽ നിന്ന്? എന്താ സിദ്ദീഖോരേ നിങ്ങൾ കരയുന്നേ? എന്താണ് സിദ്ദീഖോരേ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിഷയം അവതരിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിൽ നിന്ന് ഉമിനീരെടുത്തുകൊണ്ട് ആ പാമ്പ് കൊത്തിയ സ്ഥലത്ത് അവിടെ പുരട്ടി കൊടുക്കുകയും അങ്ങനെ ആ വിഷം ഇറങ്ങി പോവുകയും ചെയ്യുമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ് അവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ലല്ലോ ശത്രുക്കൾ ഇങ്ങനെ വളഞ്ഞുകൊണ്ട് സൗഹൃദയുടെ മുഖത്ത് മുകളിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ആ അവസരത്തിൽ ഹബീബ് ചോദിക്കുന്നതിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയേ, അവരവരുടെ കാലിന്റെ കാൽപാദത്തിലേക്ക് ഒന്ന് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെട്ടു പോകുമല്ല നബിയേ, നമ്മളെ കാണുമല്ല നബിയേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലാ തഹസൻ, അബൂബക്കറെ നീ ദുഃഖിക്കേണ്ടതില്ല, അബൂബക്കറെ നീ വ്യസനിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, നമ്മളോട് കൂടെ അല്ലാഹുണ്ട് എന്ന് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ്. വസ്ദിഖു ഫിൽ ആരിവ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലുന മാ ബിൽ ആരിമിൻ ആരിമി. ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പാടി വെച്ചു, വസ്ദിഖു ഫിൽ ഗാർ, ഏറ്റവും വലിയ സത്യമാകുന്ന സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിൽ ഗാർ, ആ ഗുഹയിലുണ്ട്. വസ്ദിഖു, മഹാനായ സിദ്ദീഖ് എന്ന് വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖും അവിടെയുണ്ട്. ആ ശത്രുക്കൾ അവിടെ വന്നിട്ട് ആ ഗുഹാമുഖം ഇങ്ങനെ പരിശോധിച്ചിട്ട് അവിടെ അവര് മാടപ്രാവിനെ കണ്ടപ്പോൾ അവിടെ 8 കാലുകൾ ചിലന്തി വലവച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവര് പറഞ്ഞു, ആരും ഈ ഗുഹയുടെ ഉള്ളിലില്ലെന്ന് പറഞ്ഞ് അവര് തിരിച്ചു പോയി. എങ്കിൽ ആ ഹബീബിനോടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹബത്താണ് നമ്മൾ കാണാൻ കഴിയുന്നത്. എത്രയോ ദിവസമായി മദീനയിലേക്ക് പലായനം ചെയ്ത ഹബീബിന്റെ വരവും കാത്ത് മദീനക്കാരെ നിൽക്കുകയാണ്. മക്കക്കാരെ ഇറക്കി വിട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ, മക്കക്കാരെ ഇറക്കി വിട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് അതാ മദീനയിലേക്ക് കയറി വരുന്ന രംഗമൊന്ന് നമ്മളൊന്ന് ആലോചിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് രൂപപ്പെടുത്തി മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. മദീനയുടെ പ്രാന്തപ്രദേശത്ത് അതിന്റെ അതിർത്തിയിൽ ആളുകൾ ഇങ്ങനെ എല്ലാ ദിവസവും സഹാബത്ത് അൻസാരികളായ ഔസ് ഖസറജ് ഗോത്രക്കാരായ സഹാബത്ത്
മാത്രം തുച്ഛമായ സഹാബത്ത് ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. ഹബീബ് വരുന്നുണ്ടോ, തങ്ങളുടെ പ്രവാചകൻ വരുന്നുണ്ടോ? ദിവസവും വന്നു നോക്കും, വരുന്നില്ല എന്ന് കാണുമ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഒരു ദിവസം വന്നു നോക്കുമ്പോൾ ഈന്തപ്പനയുടെ മുകളിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അതാ മുഹമ്മദ് അതാ വരുന്നു, നിങ്ങളുടെ നേതാവ് അതാ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഹബീബിനെ ദഫുമൊട്ടി സ്വീകരിക്കുന്നത് പോലെ പടുന്നത് പോലെ അവിടെ നിന്നുകൊണ്ട് ഹബീബിനെ മദീനയിലേക്ക് അതാ അവർ സ്വീകരിച്ചത്. പാടിക്കൊണ്ട് ദഫുമുട്ടിക്കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയാണ്. മക്കക്കാരുടെ സ്നേഹമല്ല നമുക്കുണ്ടാകേണ്ടത്, മദീനക്കാരുടെ സ്നേഹമാണ് ഹബീബിനോടുണ്ടാകേണ്ടത്. ഒരു കാര്യം വന്നപ്പോൾ അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചവര്, ഭ്രാന്തൻ എന്ന് വിളിച്ച മക്കക്കാരുടെ സ്നേഹമല്ല, പിന്നെയോ ദഫ്മുട്ടി ഹബീബിനെ സ്വീകരിച്ച, ആ മദ് പറഞ്ഞ് സ്വീകരിച്ച മദീനക്കാരുടെ സ്നേഹമാണ് ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കുണ്ടാകേണ്ടത്. അവിടെയാണ് പ്രവാചകന്റെ മേൽ സ്വലാത്തുകൾ ഉണ്ടാകേണ്ടത്, അവിടെയാണ് അസ്റക്കയുടെ ഈരടികൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്, അവിടെയാണ് അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അന്ത ഉമ്മുൻ, അങ്ങ് ഞങ്ങൾക്ക് ഉമ്മയാണ് നബിയേ, വ അബുൻ, വാപ്പയുമാണ് നബിയേ, മാ റഅയ്നാ ഫീഹിമാ, ഞങ്ങളുടെ ഉമ്മയിലും വാപ്പയിലും കാണാത്ത ഒരുപാട് വാത്സല്യവും ഒരുപാട് കാരുണ്യവും നബിയേ അങ്ങയിൽ ഞങ്ങൾ കാണുന്നുണ്ട്. യാ സയ്യിദി ഖൈറൻ നബി. ഈരടികളുടെ പ്രസക്തി എവിടെയാണ് വരുന്നത്? അവിടെ ഇങ്ങനെ ദഫ്മുട്ടിക്കൊണ്ട് നമ്മളുടെ മക്കൾ ഇങ്ങനെ തെരുവുകളിലും സ്റ്റേജുകളിലും ഇങ്ങനെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയാണ്. ആ ദഫ്മുട്ടി ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒട്ടകം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രവാചകൻ ആ ഒട്ടകത്തിന്റെ പിന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. മദീനക്കാർ രണ്ട് ഭാഗത്തും നിൽക്കുന്നുണ്ട്. ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് ഓരോ ആളുകളും പിടിക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലുള്ളവരാണ്, സാമ്പത്തിക ഭദ്രതയില്ലാത്തവരാണ്, ചെറ്റക്കുടിലുകളിൽ താമസിക്കുന്നവരാണെങ്കിലും ഹബീബേ എന്റെ വീട്ടിൽ താമസിക്കുമോ നബിയേ, എന്റെ വീട്ടിൽ താമസിക്കുമോ നബിയേ, എന്റെ വീട്ടിൽ താമസിക്കുമോ നബിയേ എന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ കടിഞ്ഞാണിൽ പിടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ആ ഒട്ടകത്തെ വലിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദറഹു, അതിനെ നിങ്ങൾ വിട്ടേക്കുക, ഫഇന്നഹു മഅമൂറത്തുൻ, അത് കൽപ്പിക്കപ്പെട്ടതാണ്. എവിടെയാണ് മുട്ടുകുത്തേണ്ടത് എന്ന് അതിന് കൃത്യമായ നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട്. അവിടെ അത് മുട്ടുകുത്തുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മദീനക്കാരും ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുമ്പോൾ ആരാണ് ആ സൗഭാഗ്യവാൻ? ഈ ലോകത്തിന്റെ നേതാവിനെ സ്വീകരിക്കാൻ, ഈ ലോകത്തിന്റെ നേതാവിനെ സൽക്കരിക്കാൻ ആർക്കാണ് അവസരം കിട്ടുന്നത്? ആരാണ് ആ സൗഭാഗ്യവാൻ എന്ന് ഓരോരുത്തരും ആകാംക്ഷയോടുകൂടെ ഉറ്റുനോക്കുമ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ അതാ ആ ഒട്ടകം മുട്ടുകുത്തുകയാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് അതാ ആ ഒട്ടകം മുട്ടുകുത്തുമ്പോൾ അബൂ അയ്യൂബുൽ
അൻസാരിക്കുണ്ടാകുന്ന സ്നേഹം എത്രയാണ്, എത്ര വലിയ സന്തോഷമാണ്. കാരണം ലോകത്തിന്റെ നേതാവാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്. തന്റെ വീട്ടിലേക്ക് അതിഥിയായി വരുന്നത്, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. 2 നിലയുള്ള വീടാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട് എന്ന് പറയുന്നത്. 2 നിലയുള്ള ആ വീട്ടിൽ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പ്രവചന നബിയേ അങ്ങ് മുകളിൽ താമസിക്കണം നബിയേ. എന്തേ മുകളിൽ താമസിക്കേണ്ടത് നബിയേ? അങ്ങ് താഴെ താമസിച്ചാൽ, ഞാൻ മുകളിൽ താമസിച്ചാൽ ഞാൻ അങ്ങയുടെ തലയുടെ മുകളിലൂടെയല്ലേ നടക്കുന്നത്, അത് ഒരു അതവ് കേടാവുകയില്ല നബിയേ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല നബിയേ. അതുകൊണ്ട് അങ്ങ് മുകളിലത്തെ നിലയിൽ താമസിക്കണമെന്ന് പറയുമ്പോൾ ആളുകൾ, സന്ദർശകർ ഒരുപാട് വരും. അപ്പോൾ അവർക്ക് മുകളിലേക്ക് കയറി വരാനുള്ള പ്രയാസം കണക്കാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ താഴെ താമസിച്ചു കൊള്ളാം. അങ്ങനെ അതാ താഴെ താമസിക്കുമ്പോൾ ഒരു ദിവസം അതാ മുകളിൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു താമസിക്കുന്നുണ്ടെങ്കിലും അവിടെ പ്രവാചകൻ നയിക്കുന്ന ഭാഗത്തിലൂടെ നടക്കാതെ സൈഡിങ്ങനെ പിടിച്ചാണ് നടത്തം മുഴുവൻ. കാരണം എന്താ? ഹബീബിനോടുള്ള അദബാണ്, മഹബ്ബത്താണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചിരുന്ന പൂജ പൊട്ടുകയാണ്, വെള്ളം പൊട്ടി ഒഴുകുകയാണ്. ഇന്നത്തെ വാർപ്പ് പോലെയല്ലല്ലോ. ആ വെള്ളം താഴേക്ക് ഇറങ്ങുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ വീഴുമോ എന്ന് പേടിച്ചിട്ട് അതാ ഭാര്യയും ഭർത്താവും അതാ പെട്ടെന്ന് തന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു പുതപ്പ് കൊണ്ടുപോയി. ആ പുതപ്പ് നനഞ്ഞാൽ തങ്ങൾക്ക് കിടന്നുറങ്ങാൻ, വിരിച്ചുറങ്ങാൻ പുതപ്പില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആ പുതപ്പ് കൊണ്ടതാ വെള്ളം മുഴുവൻ തുടച്ചെടുക്കുകയാണ്. അത്രക്ക് സ്നേഹമാണ്, അത്രക്ക് മഹബ്ബത്താണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോട് പ്രഭാതത്തിനുണ്ടായത്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് സഹാബികളുടെ ത്യാഗങ്ങൾ മഹബ്ബത്തിന്റെ പേരിൽ കാണാൻ കഴിയും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹബീബ് വഫാത്തായി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാകുന്ന ബാങ്ക് വിളിക്കുക എന്ന ഉത്തരവാദിത്തം പോലും മാറ്റിവെച്ചുകൊണ്ട് ഹബീബില്ലാത്ത പള്ളിയിൽ, ഹബീബില്ലാത്ത നാട്ടിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹബ്ബത്ത് എത്ര വലുതാണ്. മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നിശ്ചയിച്ച മുഅദ്ദിനാണ്. പക്ഷേ ഹബീബില്ലാത്ത പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ എനിക്ക് കഴിയില്ല, ഹബീബില്ലാത്ത മണ്ണിൽ ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ ആ ഓടിപ്പോകൽ പോലും മഹബ്ബത്തിന്റെ ഭാഗമാണെങ്കിൽ നമുക്ക് ആ ഹബീബിനോട് മഹബ്ബത്ത് ഉണ്ടാകണം, ആ ഹബീബിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ ഹബീബിനോടൊപ്പം അവിടുത്തെ ശഫാഅത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കയ്യിൽ നിന്ന് ആ ഹൗദുൽ കൗസർ